ഞങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം നിന്നേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. നീ ഞങ്ങൾ ഈ ജന്മം നൽകിയ കഥ ഒന്ന് നിർത്താമോ? നിങ്ങളെ പറ്റിയിട്ട് അവളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തിനാ അവളെ പറ്റി? ഞാൻ പറയും എന്റെ ലൈഫ് ലോങ് ഞാൻ പറയേണ്ടി വരുന്ന ചിലപ്പോൾ പറഞ്ഞത്. പുള്ളിക്ക് അതിൽ മറുപടിയേ ഇല്ല. പുള്ളിയോട് ചോദിച്ചത് ഞാൻ അന്നും ഇന്നും പറഞ്ഞത് ഒരേ കാര്യമാണോ രണ്ട് കാര്യമാണോ, ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമാണെന്ന്? ഞാൻ പറഞ്ഞത് ഒരു കാര്യമില്ലേ? പുള്ളി വേറെ എന്തൊക്കെയോ മറുപടി പറയുന്നത്. ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. കേറ്റുവാ വേണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇതിൽ നിന്ന് തന്നെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള എത്തില്ലെങ്കിൽ നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് കണ്ടിട്ടും താല്പര്യം ഇല്ലാത്തവർക്ക് ഈ വീഡിയോയും താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ താല്പര്യം ഇല്ലാത്തവരും മുമ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കാണുക. ഒരു ഫൺ തമാശ കണ്ടന്റ് കാണണമെന്നുള്ളവർ കാണുക. വലിയ കാര്യമുള്ള കണ്ടന്റ് ഒന്നും അല്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകും ലൈറ്റിൽ ഫാമിലിയിലെ രണ്ട് പെൺമക്കൾ രണ്ടാളുകളുടെ കൂടെ രണ്ട് സമയങ്ങളിൽ ഒളിച്ചോടിപ്പോയി. ഒന്നാമത്തെ മകളെ ഈ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു, രണ്ടാമത്തെ മകളെ ഈ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ മകൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. രണ്ടാമത്തെ മകളുടെ യൂട്യൂബ് ചാനലിൽ ഇവർ മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി, ഇവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അതിനെ ചൊല്ലി ഈ അമ്മ വിമർശിക്കാനൊരു ചാൻസ് കിട്ടി, എവിടെ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് വാരി അഴിച്ചങ്ങ് വിട്ടു. അതായത് ഞങ്ങളൊക്കെ കെട്ടിയ സമയത്ത് 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, ഞങ്ങൾ തകർന്നു പോയി, ഞങ്ങൾ ഉരുകിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യവും ഇല്ലാതെ ഇവരെ ഒരു തരത്തിലും പ്രൊവോക്ക് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഈ മകളെ കയറി വിമർശിച്ചൊരു വീഡിയോ കിട്ടും. വീഡിയോ ഇട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ വന്നു. നമ്മളെപ്പോലെ ചില ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തു. അതായത് ഇവരെ ഒരു തരത്തിലും പ്രൊവോക്ക് ചെയ്ത് ഇവരെന്തിനു വെറുതെ സ്വന്തം മകള് ഗുഡ് ഓർ ബാഡ് ഒളിച്ചോടി പോയി ഒരുത്തൻ്റെ കൂടെ നല്ല രീതിക്ക് ജീവിക്കുന്നു, സമ്മതിക്കത്തില്ല. അവളെ ജീവിക്കണ്ട, അവളെ ഞാൻ അപരാധിക്കും എന്നൊരു തരത്തിലാണ് ഈ അമ്മ പെരുമാറിയെന്ന് പല ആളുകളും കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ മാതാപിതാക്കൾ ഉപ്പും മുളകും ലൈറ്റ് ചാനലിലെ ആൾക്കാർ ഒരു വീഡിയോ ഇട്ടുണ്ട്, നമുക്ക് കാണാം. കൊടുക്കണു വേണ്ട, അത് നീ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തോളുന്നില്ല, മനസ്സിലായ? ഞങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം നിന്നേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. നീ ഞങ്ങൾ ഈ ജന്മം നൽകിയ കഥ ഒന്ന് നിർത്താമോ? ഈ വിഷയം തുടങ്ങി അന്ന് മുതൽ എല്ലാ വീഡിയോയിലും ഒരു 135 തവണയെങ്കിലും ഈ ജന്മം നൽകിയ കഥ പറഞ്ഞു തരും. ഇങ്ങനെ ഈ ജന്മം നൽകിയതിൻ്റെ കണക്ക് പറയാനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മാതാപിതാക്കൾ ആകുന്നവരോ ആയവരോ ആകാൻ പോകുന്നവരോ ഉണ്ടെങ്കിൽ ഈ ജന്മം നൽകിയതിൻ്റെ കഥ പറയല്ല. മക്കൾ നല്ല രീതിക്ക് പോയാലും മക്കൾ തെറ്റായ വഴിയിലൂടെ പോയാലും അത് നന്നാക്കുക, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ജന്മം നൽകിയതിൻ്റെ കഥ കേട്ട് കേട്ട് മടുത്ത്, അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മക്കൾ അമ്മയോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അപ്പോഴേ എടുക്കും 10 വർഷം അല്ല 10 മാസം എന്ന് പറഞ്ഞൊരു സാമാനം എടുക്കും. അതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ കൊച്ചു വളർത്തി, ഞങ്ങൾ നൊന്ത് വളർത്തി, ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി. എന്തിനാണോ ഈ വളർത്തി കഥ പറയുന്നത്? ബാക്കി പറ. ഇവർക്ക് വിഷമമുണ്ട്, വിഷമവും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, വിഷമമുണ്ട്. പക്ഷേ ഇതിങ്ങനെ കുത്തിപ്പറഞ്ഞ് പഠിപ്പിക്കും വേണ്ട, മനസ്സിലായ? മറ്റാരെങ്കിലും വിഷമായി സോറിട്ട് ഞാനേ ക്ഷമ കെട്ടിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളെ പറ്റിയിട്ട് അവളൊന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാ അവളെ പറ്റി? ഞാൻ പറയും എന്റെ ലൈഫ് ലോങ് ഞാൻ പറയേണ്ടി വരുന്ന ചിലപ്പോൾ പറഞ്ഞത്. അവൾക്ക് ഞാൻ പറയും അവൾ എന്നെ കുറിച്ച് പറയുന്നു ഇല്ലയോ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവളെ കുറിച്ചിരുന്ന അപരാധം പറയും. അവൾ എന്നെ കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അവളെ പറയും. അവൾ അനുഭവിക്കണം. അവള് കൊള്ളാം, നല്ലതാ. അമ്മമാരായി ഇങ്ങനെ തന്നെ വേണം. ഞാനൊക്കെ കണ്ടിട്ടുള്ള അമ്മമാര് അല്ലെങ്കിൽ എൻ്റെ അറിവിലുള്ള അമ്മമാര് മക്കൾ എന്തെങ്കിലും സൈഡിൽ നിന്ന് മക്കളുടെ സൈഡിൽ നിന്ന് തെറ്റ് വന്നാലും ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, അവര് കൈകോർത്ത് ഒന്നിച്ച് നിർത്തുന്ന അമ്മമാരാണ്. ഇങ്ങനൊരു അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മുന്നോ കാണുന്നേ. ഞങ്ങൾ വേണ്ട അയച്ച് ഞങ്ങൾ ഇഷ്ടമല്ല, ഇങ്ങനെ തന്നി നല്ല ഇല്ലയച്ച് പോയതാ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരാളില്ല എന്ന് ഞങ്ങളുടെ ലൈഫിൽ ഇന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞാൻ മോളില്ല എന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതാണ് ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലത്. ആ കുട്ടി ഇങ്ങനെ അമ്മയും അപ്പനും ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്നും എനിക്ക് ഏറെക്കുറെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇത് തന്നെ കാരണം.
ഇതാണ് കാരണം. അതായത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മുറിവ് ഇവിടെ ഉണ്ടായി, കുത്തി 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 മുറിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ അപ്പനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയത്തിൽ സോൾവ് ചെയ്യുന്ന ഒരു സാധനമേ ഇല്ല. ഞാൻ പറയും, ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഞാൻ അവളെ കുറ്റം പറയും. ഇതുകൊണ്ടാണ് ആ കുട്ടി എനിക്ക് അപ്പനും അമ്മയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ എന്നിട്ട് പറയുക അവളും ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മകൾക്ക് നല്ലത് വരണമെന്നോ മകള് നല്ല രീതിക്ക് ജീവിക്കണമെന്നില്ല, അവരാതും പറയാൻ മാത്രം, കുറ്റം പറയാൻ മാത്രം മകളെ നമ്മളെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറഞ്ഞിട്ട് ഇവര് കേറ്റാളവർ അന്ന് പറഞ്ഞ പോലെ ഒന്നല്ല ഇവരിപ്പൊ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയല്ല എപ്പോഴും പറഞ്ഞു. ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേ വാക്കിനെ പറഞ്ഞു. ഞാൻ എന്നേട്ടാ അന്നൊന്നും പറഞ്ഞില്ല, മാറ്റം തോന്നിയില്ലായിരുന്നു. നല്ല അവളോടാ പറയുന്നത്. ഇവര് രണ്ടും കൂടെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയും. ഇവർ രണ്ടും കൂടെ അടുത്ത ദിവസം വന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇവർ രണ്ടും കൂടെ അടുത്ത ദിവസം വന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയും. എന്നിട്ട് ഈ പുള്ളിയോട് തന്നെ ചോദിക്കുന്നു, നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തന്നെയല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞത്, നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം തന്നെയല്ലേ നമ്മൾ അന്ന് പറഞ്ഞത്. നിങ്ങൾ അന്നും ഇന്നും എല്ലാം ഒരേ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ പറയുന്നത് കുറ്റം മാത്രമാണ്. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകളുണ്ട്. അല്ല അതിനകത്ത് തോന്നിയില്ല ഞാൻ അവള് പോയാന്നോട്ട് ഇപ്പൊ പറഞ്ഞത് വേറെ കാര്യങ്ങളാണ്. പുള്ളിക്ക് അതിൽ മറുപടിയേ ഇല്ല. പുള്ളിയോട് ചോദിച്ചത് ഞാൻ അന്നും ഇന്നും പറഞ്ഞത് ഒരേ കാര്യമാണോ രണ്ട് കാര്യമാണോ, ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് രണ്ട് കാര്യമാണെന്ന്, ഞാൻ പറഞ്ഞത് ഒരു കാര്യമില്ലേ. പുള്ളി വേറെ എന്തൊക്കെയോ മറുപടി പറയുന്നത്. ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. കേറ്റോ വേണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ, പുള്ളിക്കും ഒരു ധാരണയുണ്ട് താങ്കൾ 2 തവണയും ഒരു കാര്യമല്ല 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതായത് ഈ മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറയുന്നു അവളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പാസ്റ്റ് വീഡിയോസ് തന്നെ കണ്ടാൽ മതി. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്? നിങ്ങൾ പാസ്റ്റ് വീഡിയോസ് കണ്ടു. അവിടെ ജന്മം കൊടുത്ത കഥ. നമ്മൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതായത് ഒരു അച്ഛനും അമ്മയും, എല്ലാ അച്ഛനും അമ്മയും അല്ല കേട്ടോ, ചില അച്ഛനും അമ്മമാരും, ഇത് ഇവരല്ല കേട്ടോ, എവിടെയോ നടക്കുന്നൊരു സംഭവം. ഒരു അച്ഛനും അമ്മയും ഒരു മകൾക്കോ മകനോ ജന്മം നൽകുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുന്ന അടിമയായിട്ട് അവൻ ജീവിച്ചോണം. അവൻ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ തീരുമാനിക്കും, അവൻ ചെയ്യും. അങ്ങനെ കുറെ ഫാമിലീസ് ഉണ്ട്. അത്തരത്തിലൊരു ഫാമിലിയാണ് ഈ ഫാമിലി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നുവാണെങ്കിൽ അവർ വരട്ടെ, നമുക്ക് ഇവരുടെ സപ്പോർട്ടൊക്കെ ഒന്നും വേണ്ട, അവർ തോന്നുമ്പോൾ വരട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് അവരാധിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് അങ്ങനെ തിരിച്ചു വരണമെന്ന് ഒരു കാലത്തും തോന്നാതിരിക്കാനായിട്ടാണോ? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. അവൾ എന്നെ കുറിച്ച് ഒന്നും പറയണ്ട, പക്ഷെ ഞാൻ അവളെ കുറിച്ച് പറയും. അവള് ഞങ്ങളിപ്പോ പൊന്നു വന്നു പെണ്ണിനെ കേട്ട് ഞാൻ ആരുടെ കഥയിലേക്ക് ചോദിച്ചാണല്ലോ കഥ ചോദിച്ചത്. അപ്പൊ ഞാൻ പറയാം, എന്റെ അച്ഛനമ്മ വയസ്സായിട്ടില്ല, അവരുടെ പോലും എന്നാണ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അച്ഛനമ്മ ഞാൻ പൊന്നു വന്നു കേട്ടെ, ഞാൻ കേട്ടണോ എന്ന് പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അന്നേരം ശേഷം ഞാൻ എന്നോട് പോയിട്ട് നമ്മോട് പറ പൊന്നു നമ്മൾ ചേച്ചിന്ന് പോയി പറയാം. അങ്ങനെ പറഞ്ഞു. കളാം, നൈസ് ടെക്നോളജി. അതായത് ഈ പൊന്നു ഇറങ്ങിപ്പോയി, മൂത്ത കുട്ടി ഇറങ്ങിപ്പോയി. മൂത്ത കുട്ടി തിരിച്ചു കയറി വന്നപ്പോൾ കേറ്റണോ വേണ്ടായോ എന്ന് തീരുമാനം അച്ഛനോടോ ഇവരുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തീരുമാനം എടുക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ ഞങ്ങളുടെ മക്കൾ സ്വന്തമായിട്ട് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെയും തീരുമാനം എടുക്കുന്നത് ഞങ്ങളാണ്. അതായത് നമ്മളുടെ അപ്പനും അമ്മയോടും നമ്മൾ അവരോട് നമ്മൾ തീരുമാനിക്കും, അവരെ അറിയിക്കും നമ്മളിങ്ങനെ ചെയ്തതാണ്. നമ്മളെ മക്കള് തീരുമാനം എടുത്തിട്ട് നമ്മളങ്ങനെ അറിയിക്കാൻ പാടില്ല. നമ്മൾ തീരുമാനം എടുത്ത് അവരെ അറിയിക്കും, അവരത് ചെയ്യണം. ഒരു ഹിറ്റ്ലർ നയം. ശരി, ബാക്കി പറ. അന്നത്തെ ദിവസം ഈ തരത്തിലുള്ള ചൊറിയന്മാർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോകും. എന്തിനാണ് ഇത്തരം ചൊറിയന്മാർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? അല്ല, നിങ്ങളല്ലേ ഈ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങളാണ് ഒരു കാര്യവും ഇല്ലാതെ ആ കുട്ടിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ എടുത്തിട്ട് അവരാധിച്ച് തീർത്തത്. നിങ്ങളാണ് ബേസിക്കലി ചൊറിയുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചൊറിയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആരും ചൊറിയത്തില്ല. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യണം. ആ കുട്ടി ഇന്നും നാളെ എന്തെങ്കിലും വീഡിയോ ഇടും, അതെടുത്ത് വെച്ചിട്ട് അതിനകത്ത് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ നിന്നൊരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അതെടുത്ത് ജനങ്ങൾക്ക് മുമ്പിലിട്ട് ആ കുട്ടി കൊള്ളരുതാത്ത കുട്ടിയാണ്, ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അവരാധിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇട്ട് വീണ്ടും നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. നല്ല നല്ല കാര്യങ്ങളാണ്, കറക്റ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ തന്നെ വേണം. ഒരു സത്യമില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിച്ച് പോകണം. സ്നേഹിക്കുന്നവർ ഒരിക്കലും വെറുക്കരുത്, ഗതികേണോണ്ടാ പറഞ്ഞു പോകണം അവരുടെ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങിയതാണ്. അവർക്ക് വെക്കാതെ
അപ്പോൾ സ്നേഹം കൊണ്ട് പറയുന്നതാണ്, സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ കുറ്റങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സ്നേഹത്തോടെ പറയുന്ന കുറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. ബേസിക്കലി നിങ്ങളുടെ കുടുംബം വളരെ ഒരു മാതൃകാ കുടുംബമായിട്ട് പ്രഖ്യാപിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെ വളരെ മികച്ചൊരു രീതിയിലാണ് നിങ്ങൾ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്, പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ കുട്ടി നിങ്ങളുടെ താല്പര്യപ്രകാരമോ അല്ലാതെയോ ആ ചെറുക്കനുമായിട്ട് പോയി. നിങ്ങൾക്ക് വലിയ മാനസിക വേദനയോ മാനസിക സമ്മർദ്ദമോ ഉണ്ടായി, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ജീവിതകാലം മൊത്തവും ഞാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കാതിരിക്കുക. ആ കുട്ടി നന്നായിട്ട് അവിടെ ജീവിക്കട്ടെ. തൻ്റെ മകനോ മകളോ നന്നായിട്ട് ഒരിടത്ത് ജീവിക്കുന്നു എന്നറിയുന്നതിലല്ലേ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം? അതോ നിങ്ങളുടെ അടുത്ത് വന്ന് നരകച്ച് ജീവിച്ചാലേ സമാധാനം കിട്ടൂ? എന്നൊന്ന് തുമ്മണമെങ്കിൽ ഉടനെ അച്ഛൻ ഡിസിഷൻ എടുക്കണം. തുമ്മിക്കോ തുമ്മരുതോ? അങ്ങനെ ഒരാളും ജീവിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഈ രണ്ടാമത്തെ മക്കളെയും കുടുംബങ്ങളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. അപരാധം പറച്ചിൽ കുറച്ച് കുറയ്ക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ആയിട്ടാണ്.